ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതിലും അതേപോലെ തന്നെ പല കളറിലാണ് തീം കൊടുത്തിട്ടുള്ളത്. പല കളറിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇതൊരു ചുമപ്പ് എടുത്ത് കാണിക്കുന്നുണ്ട്. ചുമപ്പ് മഞ്ഞ, ചുമപ്പ് മഞ്ഞ, ചുമപ്പ് മഞ്ഞ, മഞ്ഞ നീല, മഞ്ഞ നീല, മഞ്ഞ നീല, അങ്ങനെയാണ് താഴത്തുള്ള ഈ ഒരു റൂമിൽ കൊടുത്തിട്ടുള്ള പാറ്റേൺ. അത് നമുക്ക് കണ്ണിൽ ഇപ്പോൾ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് നേരെ ഈ റൂമിലേക്ക് ഞാൻ പറഞ്ഞുതരാം. നേരെ ഈ റൂമിലേക്ക് നമ്മൾ കയറി വരികയാണെങ്കിൽ തന്നെ നേരെ കാണുന്ന ഈ കളറാണ്, ഈ കളർ പാറ്റേൺ ആണ്. ഇതിൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ കർട്ടൻ ഇടാൻ പാടില്ല. കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകും. ഇത് അത്രയും എടുത്ത് കാണിക്കുന്നത്. ആ താഴത്തോട്ട് നിങ്ങൾ നോക്കുക, അതിൻ്റെ കളർ എത്രത്തോളം പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ ഈ ഭാഗം പടിഞ്ഞാറേ ഭാഗമായതുകൊണ്ട് ഒന്നും കൂടി കളർ എടുത്ത് കാണിക്കുന്നുണ്ടായിരിക്കും. കിഴക്കേ ഭാഗത്തു നിന്നാണ് വെയിൽ വരുന്നത്. കിഴക്കേ ഭാഗത്തു നിന്ന് വെയിൽ വരുമ്പോൾ ഇപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് അത്ര പവർ ആ സൈഡത്തെ ജനലുകളായിരിക്കും കൂടുതലുണ്ടാവുക. കുറച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ഭാഗത്തായിരിക്കും കളർ കുറച്ച് കൂടുതൽ തീം വരിക. എന്തായാലും ഏത് സമയത്തും ഇവിടെ കളർ ഉണ്ടായിരിക്കും. രാത്രിയിൽ മാത്രം ലൈറ്റില്ലായിരിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്കോ പുറത്തുനിന്ന് ഉള്ളിലേക്കോ കാണില്ല. ആ ഒരു തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള കമൻറ്റ് എന്തൊക്കെയാണ്? നിങ്ങൾ അതായത് ഇപ്പോൾ ഒരു പൂരപ്പറമ്പ് കയറിയ മാരിൻ്റെ അത്രയും കളറാണ് ഇവിടെ. ഈ വാതിലും കൂടി ഞാൻ അടച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം. എന്ത് ഭംഗിയാണ് നോക്കി നിങ്ങൾ, എന്താ രസം. ഈ റൂമിൻ്റെ ഭംഗി അത്രയും എടുത്ത് കാണിക്കുന്ന രീതിയിൽ. ഓഫ്, ഇതാണ് ഈ റൂമിലത്തെ കാഴ്ച. താഴത്തുള്ള ടൈല് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ ടൈലിൻ്റെ ഡിസൈന് അത്താംകുടി ടൈലിൻ്റെ ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. മൊത്തം ഡിസൈൻ അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്കൊരു വെറൈറ്റി കണ്ടൻറ്റ് കാണിച്ചു തരാം. നേരെ ഈ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കണ്ടെങ്കിൽ വിശാലമായിട്ടൊരു ബാത്റൂം, അത് അടിപൊളിയായിട്ട് നല്ല വലുപ്പത്തിൽ തന്നെ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നേരെ മുകളിൽ കളർ ഗ്ലാസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ ഗ്ലാസ് കൊടുത്തതിൻ്റെ പേരിൽ നമ്മളെ വീട്ടിലും നമ്മൾ ഫുൾ കളർ ഗ്ലാസ് കൊടുക്കാൻ, നമ്മൾ ഓൾറെഡി നമ്മളെ വീട്ടിൽ മൊത്തം കളർ ഗ്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി നമ്മൾ മൊത്തം കളർ ഗ്ലാസ് കൊടുക്കാന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ആളുടെ ആരാണ് ഇതിൻ്റെ വർക്ക് ചെയ്തതെന്നുള്ളതും അവരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൻ്റെ മൊത്തം പണിയൊന്നും കൂടി കഴിഞ്ഞിട്ട് ഇതിൽ സോഫയും കാര്യങ്ങളും അങ്ങനത്തെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ഇട്ടുതരാം. എന്താണ് ഇതിൻ്റെ പൂർണ്ണ രൂപം എന്നും കാര്യങ്ങളും. ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ കേട്ടോ, വെട്ടുകല്ലിൽ തേക്കാത്ത രീതിയിൽ ഉള്ളിൽ കൂടെ. നമ്മളെ വീട്ടിൽ നമ്മൾ ഉള്ളിൽ മൊത്തം തേച്ചു, പുറത്ത് തേച്ചിട്ടില്ല. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാണാത്തവരുണ്ട്, നിങ്ങൾ ഒന്ന് കയറി കാണുക. അപ്പോൾ നമുക്ക് നേരെ താഴത്തോട്ട് ഇറങ്ങി നോക്കാം. താഴത്തോട്ടുള്ള കാഴ്ച ഇരുമ്പിലാണ് കൊടുക്കുന്നത്. ഇനി അതിൽ മരം കൊടുക്കാനുണ്ട്. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു.